മാറ്റിയിട്ട് നമ്മളെന്ത് ചോദിച്ചാൽ സുതിലയം എന്നുള്ള പേര് മാത്രം വെച്ചവിടെ. ങ്ങളും കാണിച്ച് നുണകളും പറഞ്ഞ് കുറേ പേര് ആൾക്കാരെ നിങ്ങളുടെ നാട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട് അവരെ കയ്യിൽ നിന്നെല്ലാം കടവും പൈസകളും കടം പേടിച്ച് ഇതുപോലെ ഒന്നും ആവുന്നില്ല. ഒന്ന് മീഡിയ വരണമെന്നൊക്കെ ഇവക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ഒന്നും നടക്കുന്നില്ല. വീഡിയോ തുറക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്ന് രേണുസുതി, യൂട്യൂബിൽ രേണുസുതി, ആ കൊച്ചും കൊണ്ട് അങ്ങനെ സുതിലയം ഗിഫ്റ്റഡ് ബൈ KHDC ടീം എന്നുള്ളൊരു ബോർഡൊക്കെ എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് ഫിറോസ് അവിടെ പുതിയൊരു ബോർഡ് വെച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. സുതി നിലയം എന്ന് മാത്രം ആക്കിയിട്ട് പുതിയൊരു ബോർഡാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തവും ഇതേ ഉള്ളായിരുന്നു ചർച്ച. വീടിൻ്റെ മതിൽ ഇടിഞ്ഞ് വീണു. സാജൻ സക്രിയാണ് 1.5 ലക്ഷം രൂപ മതിൽ കെട്ടാനായിട്ട് കൊടുത്തത്, 1,25,000 രൂപ. അപ്പോൾ ആ കെട്ടിയ മതിലൊക്കെ ഇടിഞ്ഞു ഒടിഞ്ഞ് വീഴാറായെന്നൊക്കെ പറഞ്ഞിട്ടും, അതുപോലെ വീട് ചോരുന്നു, നനയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര വിഷയങ്ങൾ, വിവാദമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പം ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു വീടിൻ്റെ പേരിൽ നമുക്കൊരു പ്രൊമോഷനും വേണ്ട, ഒരു പബ്ലിസിറ്റിയും വേണ്ട, ഒരു പേരും വേണ്ടെന്നുള്ളൊരു നിലപാടിൽ ഉറച്ച്. കാരണം കുറേ ആൾക്കാർ ഈ രേണുവിനെ ഇപ്പോഴും കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ന്യായമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പം ശരിയും തെറ്റും, നമ്മളിപ്പം ശരിയാണ്, അവിടെ എന്തെങ്കിലും ഒരു ശതമാനം എങ്കിലും ശരി കാണുമെന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഇത് ഒരു ശരിയും കാണാതെ തന്നെ ഫുള്ള് നെഗറ്റീവ്സിൻ്റെ ഒരു കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ടെന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് കുറേ ആൾക്കാർ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ഗിഫ്റ്റ് ഒരു വീട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാണിക്കലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പുള്ളി ആ ബോർഡ് അവിടുന്ന് ഇനി അങ്ങനെ ഒരു പബ്ലിസിറ്റി വേണ്ട, ഇനി അങ്ങനെ ഒരു പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ തന്നെ, കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു പബ്ലിസിറ്റി വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഗിഫ്റ്റഡ് KHDC ഗിഫ്റ്റഡ് എന്നുള്ളൊരു ബോർഡ് ഉണ്ടല്ലോ, ആ ഒരു ബോർഡ് എടുത്ത് കളഞ്ഞിട്ട് വെറും ഒരു സുധി നിലയം എന്ന് ആക്കാൻ തീരുമാനിച്ചത്. ആ ബോർഡ് എടുത്ത് മാറ്റാൻ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. തങ്കച്ചൻ, രേണുവിൻ്റെ ഫാദർ തങ്കച്ചനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എടുത്ത് മാറ്റാൻ പോയ ആൾക്കാർ തമ്മിൽ ഒരു കാരണം വെച്ചാലും തങ്കച്ചൻ ആ ബോർഡ് എടുത്ത് മാറ്റാൻ സമ്മതിക്കത്തില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇവരെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ ആ ബോർഡും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ്? പബ്ലിക്കിൽ വന്ന് അവർക്ക് ഒരുപാട് കുറ്റം പറഞ്ഞു, ഈ നിങ്ങൾ പ്രൊമോഷന് വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലെന്നൊക്കെ ഈ രേണു ആയിക്കോട്ടെ, ഈ തങ്കച്ചനായിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ്. അപ്പം അത്രയും കേട്ട് അപമാനങ്ങളൊക്കെ സഹിച്ചിട്ട് പിന്നെ ആ ഒരു ബോർഡ് വെക്കുന്നതിൽ ഒരർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ട് മാത്രമാണ് ഈ ഫിറോസ് ആ ബോർഡ് നീക്കം ചെയ്തിട്ട് വെറും സുധി നിലയം എന്ന് മാത്രം ആക്കാൻ തീരുമാനിച്ചത്. നല്ല കാര്യം തന്നെയാണ്. കാരണം അത് മതി, അതാണ് അതിൻ്റെ ശരി. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കായിക്കോട്ടെ എല്ലാവർക്കും തോന്നിയ ഒരേ ഒരു കാര്യമാണ് വെറും സുധി നിലയം എന്ന് മാത്രം ആക്കാമെന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ബോർഡ് മാറ്റുന്നൊരു വീഡിയോ ഫിറോസ് പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം, ജസ്റ്റ് ഒന്ന് കണ്ടുപോകും. നമ്മളവിടുന്ന് മാറ്റിയിട്ട് നമ്മളെന്ത് ചോദിച്ചാൽ സുതിലയം എന്നുള്ള പേര് മാത്രം വെച്ചവിടെ. ഫിറോസ് തന്നെ പറയുന്നുണ്ട് ഈ വീടിനൊരു ബോർഡ് വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇവരാരും അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടില്ല. ഇത് രേണു സുധിയുടെ അച്ഛനും അവരെ വീട്ടുകാരെല്ലാം കൂടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇങ്ങനൊരു ഗിഫ്റ്റ് തന്നതിൻ്റെ പേരിൽ നിങ്ങളെ എന്തെങ്കിലും ഒരു പേര് ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഇതിൽ മാത്രമാണ് ഇവർ ഇങ്ങനൊരു ബോർഡ് വെച്ചിട്ടുള്ളത്. സുധിലയം ഗിഫ്റ്റഡ് ബൈ KHDC ടീംസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. KHDC ഇതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പേരാണ് ഇവർ ഇട്ടേക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ ഇപ്പോൾ ഫിറോസിന് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ ഫിറോസിൻ്റെ പേരും കൂടെ അവിടെ എഴുതി ചേർക്കായിരുന്നു. KHDC ഗിഫ്റ്റഡ് ബൈ ഫിറോസ് ആൻഡ് ടീം എന്ന് വേണമെങ്കിൽ എഴുതി ചേർക്കായിരുന്നു. പക്ഷേ അവിടെ എന്താണ് ചെയ്തത്, ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ളൊരു ക്രെഡിറ്റ് അതിനകത്തൊരു ഹാർഡ് വർക്കും കഷ്ടപ്പാടും അതിനകത്ത് ഉണ്ടെന്നുള്ളൊരു രീതിയിലാണ് അത് മൊത്തവും എടുത്തിട്ടാണ് അവിടെ അങ്ങനൊരു ഇത് വെച്ചത്. KHDC ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഒരു പേരിൻ്റെ ഒരു ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇവർ നിർബന്ധിച്ചിട്ട് അല്ല വെച്ചത്, അത് ഈ രേണു സുധിയും അവരെല്ലാം കൂടെ നിർബന്ധിച്ചിട്ടാണ് അവർ അങ്ങനെ ഒരു പേര് വെച്ചത്.
അപ്പോൾ ഇവർക്ക് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ അന്നേ അവർക്ക് ഈ വീടെല്ലാം എടുത്ത് വെച്ച് സോഷ്യൽ മീഡിയയിലിട്ട് ഓൺലൈനിലിട്ട് ഇവരെ പേജിലിട്ടിട്ട് വേണമെങ്കിൽ ഇവർക്ക് ക്രെഡിറ്റ് എടുക്കാമായിരുന്നു. ഇതാണ് നമ്മൾ വെച്ച് കൊടുത്ത വീട്, ഈ വീട്ടിൻ്റെ അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവർ പ്രൊമോഷൻ ചെയ്യായിരുന്നു, സ്വന്തമായിട്ട് ഇവർക്ക് പ്രൊമോഷൻ ചെയ്യായിരുന്നു. പക്ഷേ ഇവർ അതൊന്നും ചെയ്തില്ല. പക്ഷെ ഇങ്ങനൊരു വിഷയം വന്ന സമയത്താണ് ഇവർ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഇറങ്ങുന്നത്. കാരണം ആരായാലും അത് ചെയ്യും. കാരണം അവരെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആരായാലും അതിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ആരായാലും ഇറങ്ങിയിരിക്കും. കാരണം അവരെ ബിസിനസ്സിനെ ബാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഈ ഒരു വീട് വെച്ച് കൊടുത്തെന്നുള്ളൊരു ഇതിൽ ഇവരെ ബിസിനസ് ഇവർക്ക് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ. ആ ഒരു ബിസിനസ് തകർക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അതല്ല, ആ ഒരു ബിസിനസ്സിൽ ജീവിക്കുന്ന, ആ ഒരു ബിസിനസ് കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ തൊഴിൽ നഷ്ടപ്പെടും. ഇവരെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ അത് ബാധിക്കും. ഫേമസ് ആവും ആ ഒരു അതിൻ്റെ പേരിൽ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇനിയിപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് ആരെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ കോർഡിനേഷൻ എന്നുള്ള പദവി ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പുതിയ വീടൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടുതലുള്ള 2-3 ആൾക്കാരൊക്കെ പറഞ്ഞു അത് പറ്റില്ല ഫിറോസ്ക, നമുക്ക് ഇനിയും ചെയ്തു കൊടുക്കണം. അവിടെയാണ് നമ്മൾ വീണ്ടും ലൈക്ക് നമ്മുടെ നല്ല മനസ്സിൻ്റെ ഇത് എല്ലാവരും അറിയാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേഷനായിട്ട് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓടിച്ചാടി എല്ലാം നോക്കി നടക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ വരില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ആ ഒരു പൊസിഷനിൽ. ഈ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആയിരുന്നു ഫിറോസ്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഫിറോസ്. അപ്പം ഫിറോസ് ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഡ്മിൻ സ്ഥാനത്ത് നിന്ന് പുള്ളി മാറാൻ പോവാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ വന്ന സ്ഥിതിക്ക്, കാരണം ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടുകൂടി നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ ആ ഒരു പോസ്റ്റിലിരിക്കാൻ പുള്ളിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാണും. ശരിയാണ്, ആർക്കാണെങ്കിലും ഇനി ഏത് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് അവരെ ക്രെഡിബിലിറ്റി ഇപ്പം പൊതുവെ നോക്കുവാണെങ്കിൽ ഇപ്പം കുറേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ ഇപ്പം കുറേ ആൾക്കാർ ചിലപ്പം ഈ ഫിറോസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിലെ ആൾക്കാരായാലും ചിലപ്പം മനസ്സിൽ ചിലപ്പം ചിന്തിച്ചെന്ന് ഇരിക്കും, ഇനി അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അത് ചിന്തിക്കും. പക്ഷേ ഈ ഫിറോസ് എന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാം. പുള്ളി ചെയ്ത നല്ല കാര്യം, പുള്ളി അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം, അത്രയും കഷ്ടപ്പെട്ട് ആ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണെന്ന് പോലും നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെ ഇങ്ങനൊരു വിഷയം വരുമ്പോഴത്തേക്ക് സത്യസന്ധമായിട്ട് ആത്മാർത്ഥത കൂടി ചെയ്ത് കൊടുത്ത ഒരാൾക്ക് ഒരിക്കലും പിന്നെ ആ ഒരു പോസ്റ്റിലിരിക്കാൻ തോന്നത്തില്ല. അങ്ങനാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ പുള്ളി ആ ഒരു അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നതും അവരുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും എടുത്ത് ഇതൊന്ന് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളതും. പിന്നെ പുള്ളി പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും എന്ന് പറയുന്നത്. അപ്പം അതിൽ കൂടുതൽ പിന്നെ പുള്ളിയെ മനസ്സിലാക്കാൻ വേറൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയോടൊക്കെ ചെയ്തൊരു വലിയൊരു അനീതി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത്രയും ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനെ ഇത്രയും ഒരു വീട് വെച്ച് കൊടുത്ത്, കാരണം ഇത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, ആ സുധിയുടെ 2 മക്കൾ പെരുവഴിയിൽ കടക്കേണ്ട 2 മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്തത്. ആ ഒരു കലാകാരനോടുള്ളൊരു സ്നേഹം കൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇത്രയും സപ്പോർട്ട് ചെയ്തതും അവിടെ ഒരു വീട് വെച്ച് കൊടുക്കാൻ തന്നെ ആൾക്കാർ മുന്നിട്ടിറങ്ങിയതും അതുകൊണ്ട് മാത്രമാണ്. അപ്പം പുള്ളി ഇപ്പോൾ ഈ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറുന്നെന്ന് പറയുന്നു. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഇനിയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു രേണു സുധി കാരണം അതൊക്കെ ഇപ്പം സ്റ്റോപ്പായിട്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും സ്റ്റോപ്പ് ചെയ്യില്ല. ഇനി മുമ്പോട്ട് വരിക, ഇതുപോലെ കാണിച്ചു കൊടുക്കുക, വീട് വെച്ചിട്ട് ഇതുപോലെ നല്ല പാവങ്ങളെ, ഇതുപോലത്തെ അല്ലാത്ത തിരിഞ്ഞ് കടിക്കാത്ത പാവങ്ങളെ സഹായിച്ച് അവർക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകൾ വെച്ച് കൊടുത്ത് കാണിക്കുക ജനങ്ങളെ മുമ്പിൽ. ഇവരെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ, അവരെ മുമ്പിലും ഈ രേണു സുധിയുടെ മുമ്പിലും ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതാണ് വേണ്ടുന്നത്. നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറില്ല കേട്ടോ. നിങ്ങളെ സഹായം ആശ്രയിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അവർക്ക് കൊടുത്ത വാക്ക് നിങ്ങൾ പാലിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ പേടിച്ചോടുന്നു എന്ന് മാത്രമേ, കാരണം ഒരു സമൂഹം നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പേടിച്ചോടി, നിങ്ങൾ ഭയന്നോടിയെന്ന് മാത്രമേ ആൾക്കാർ, കാരണം രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ നിങ്ങളെ കണ്ണിലൂടെ കാണും. അവരെ മുമ്പിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ വീട് വെച്ചിട്ട് ഇനിയും മുമ്പോട്ട് വന്ന് വീട് വെച്ച് കൊടുത്ത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. എനിക്കും അതേ പറയാനുള്ളൂ കേട്ടോ. ഒരുപാട് പേര് ഇപ്പോഴും നിങ്ങളെ സഹായത്തിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരിക്കും. അപ്പം അവരെ നിങ്ങളൊന്ന് പരിഗണിച്ച് മുമ്പോട്ട് ഇപ്പോഴത്തേക്കാളും ഡബിൾ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകാം കേട്ടോ. ഇപ്പം നിങ്ങൾ ആ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറാതിരിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരാളാണ് ആ ഒരു അഡ്മിൻ സ്ഥാനത്ത് അർഹൻ എന്ന് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് കേട്ടോ. വേറൊരാൾ ആ ഒരു അഡ്മിൻ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ഇത് നികത്താൻ പറ്റത്തില്ല.
അപ്പം നിങ്ങൾ തന്നെ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് തുടരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഇവർ ഈ ബോർഡ് മാറ്റാൻ പോകുന്ന സമയത്ത് തങ്കച്ചൻ അവിടെ ഇല്ലായിരുന്നെന്നാണ് തോന്നുന്നത്. കാരണം തങ്കച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ വട്ടത്തെ പോലെ സീൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചേനെ. ആ സമയത്തൊക്കെ തങ്കച്ചനെ കയറ്റി എയറിലങ്ങ് വിട്ടേക്കുമല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി എയറിലും കണ്ട് നിൽക്കുവാണ്. പുള്ളി ഇതുവരെ താഴോട്ട് ഇറങ്ങി വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അവിടെ കാണാഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നില്ല, വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സീനുകളൊക്കെ നടന്നേനെ. എനിക്ക് തോന്നുന്നു ചൊവ്വയും ബുധനൊക്കെ കഴിഞ്ഞ് അങ്ങ് കയറിപ്പോയി. ആ രീതിയിലുള്ള എയറിങ് ആയിരുന്നു തങ്കച്ചന് എല്ലാവരും കൊടുത്തത്. അപ്പം ഞാൻ ഈ അടുത്തൊരു സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഒരു മാസം മുമ്പ് രേണു സുധി കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ സുധിയുടെ മരിച്ചതിന് ശേഷം സുധിയുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ കോട്ടയത്താണ് ബോഡി കൊണ്ടുവന്നത്. അപ്പം കൊല്ലത്തുള്ള അച്ഛനും സഹോദരങ്ങളൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബോഡി കൊണ്ടുവരണമെന്ന് പറഞ്ഞ സമയത്തൊന്നും ഇവർ വിട്ടുകൊടുത്തില്ല. ഇത്രയും നാളും ഇവരൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ എവിടെ നിന്ന് വന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനുണ്ടായ ഒരു സംഭവമാണ്. പിന്നെ സുരേഷ് ഗോപിയൊക്കെ ഇടപെട്ടിട്ടാണ് ഇതിൻ്റെ ഒരു തീരുമാനമായതും കൊല്ലത്തോട്ട് ബോഡി കൊണ്ടുവന്നത് ഇവരെ കാണിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം രേണു സുധി ഒരു ഇൻ്റർവ്യൂവിൽ ഇതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാവരും ഉള്ളപ്പോഴാണ് മോനോട് ചോദിക്കുന്നത്. മോൻ പറഞ്ഞു, മോനോടാണ് ചോദിച്ചത്, മോനെ എവിടെ അച്ഛനെ അടക്കേണ്ടത്. അവനാണ് പറഞ്ഞത് ഈ കോട്ടയത്ത് ചങ്ങനാശ്ശേരി ഭാഗത്താണ് അടയ്ക്കാൻ മതി, കാരണം അച്ഛൻ പള്ളിയിലാണ് പോകുന്നത്. അച്ഛനെ അവിടെ അടയ്ക്കാൻ മതി മോനാണ് പറഞ്ഞത്, മൂത്ത മോൻ. അവന് 18 വയസ്സുള്ളൊരു സുധിച്ചേട്ടൻ ഹിന്ദു മതത്തിൽ ജനിച്ചു, ഹിന്ദു മതത്തിൽ തന്നെയാണ് മരിച്ചതും, ഒരു മാമോദിസ മുങ്ങിട്ടില്ല. പക്ഷേ മൂത്ത മകനോട് ചോദിച്ച് എവിടെയാണ് അടക്കേണ്ടത്, കൊല്ലത്താണ്, ഞാൻ ശരി അവൻ പറയണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയെ ഇവരെ ആചാരപ്രകാരം ആ കോട്ടയത്ത് അവിടെ അടയ്ക്കാൻ മതി. ഇപ്പം സുധിയെ അടക്കിയിട്ടുണ്ടല്ലോ കോട്ടയത്ത്, അപ്പോൾ ആ പള്ളിയിൽ അടയ്ക്കാൻ മതി എന്നുള്ള ഇതിലായിരുന്നു ഇവർ നിലപാടിലായിരുന്നു നിന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞത് അത് കിച്ചു പറഞ്ഞുകൊണ്ട് മാത്രമാണ്. കിച്ചുവിന് 18 വയസ്സായല്ലോ, കിച്ചു പറഞ്ഞുകൊണ്ട് വന്ന് കിച്ചു കാണുന്നതെല്ലാം അവിടുത്തെ പള്ളിയിൽ പോകുന്നതും എടുക്കുന്നതൊക്കെയാണ് കിച്ചു കാണുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇപ്പം ഈ ഫാദർ നോബിൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യഥാർത്ഥത്തിൽ അവിടെ അടക്കണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മാമോദിസയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരാളെ മാത്രമേ ഇങ്ങനെയുള്ളൊരു മതത്തിലോട്ട് അവർക്ക് മരിച്ചു കഴിഞ്ഞാലും അടക്കാനുള്ളൊരു ഇതുള്ളൂ. ഇപ്പം മതപരമായിട്ട് അവർ നോക്കുവാണെങ്കിൽ. പക്ഷെ ഇവിടെ സുധി മതം മാറിയിട്ടില്ല, മാമോദിസ ഒന്നും ചെയ്ത് മുക്കിയിട്ടില്ല. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഫാദർ വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ കിച്ചുവിൻ്റെ പേര് വലിച്ചിട്ടു. കിച്ചു പറഞ്ഞിട്ടാണ് സുധിയുടെ ബോഡി അവിടെ അടക്കാമെന്ന് വിചാരിച്ചെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ സുധി മരിച്ചതിന് ശേഷം സുധിയുടെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണിക്കാൻ സമ്മതിക്കാഞ്ഞിട്ട് ലാസ്റ്റ് സുരേഷ് ഗോപിയുമായിട്ട് ഇടപെട്ടിട്ടാണ് പിന്നെ അവരെല്ലാം കൂടെ സംസാരിച്ചിട്ടാണ് സുധിയുടെ ബോഡി അന്ന് ഭയങ്കര പ്രശ്നമായതായിരുന്നു. ഇത് ഭയങ്കര വിവാദമായതായിരുന്നു. അന്നെല്ലാം രേണു സുധീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരെല്ലാവരും തഴഞ്ഞ് അവരെ ഈ അമ്മയെ വരെ കുറ്റപ്പെടുത്തി ഒരുപാട് പേര് കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രേണു സുധി പറയുന്നുണ്ട്, ഇപ്പം പറയുന്നുണ്ടല്ലോ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് 18 വയസ്സായ കിച്ചുവിൻ്റെ അഭിപ്രായമല്ലേ. പക്ഷേ ഇപ്പം സുധിയുടെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മയുടെ അഭിപ്രായമാണ് നോക്കേണ്ടത്. അമ്മ പറയുവാണ് അവിടെ അടക്കാൻ പറയുവാണെങ്കിൽ അവിടെ അടക്കുക, ഇവിടെ അടക്കാൻ പറയുവാണെങ്കിൽ ഇവിടെ അടക്കുക, അതാണ് വേണ്ടുന്നത്. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ മകൻ. അപ്പൊ ആ അമ്മയുടെ അഭിപ്രായം അവിടെ നോക്കണമായിരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റുള്ള നിങ്ങൾ പിന്നെ നെഗറ്റീവ് കമന്റ്സ്, ഇവരൊക്കെ വല്ലോ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ അവക്കൊന്നും ഒന്നും ആവുന്നില്ല, ഒന്ന് മീഡിയയിൽ വരണമെന്നൊക്കെ ഇവക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ഒന്നും നടക്കുന്നില്ല. വീഡിയോ തുറക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്ന് രേണു സുധി, യൂട്യൂബിൽ രേണു സുധി, ആ കുശുമ്പം കൊണ്ട് കാണിക്കുന്ന ഫ്രസ്ട്രേഷൻ ആണ് ഈ നെഗറ്റീവ് കമന്റ്സ്. ഇതിലൊന്നും പ്രതികരിച്ചിട്ട് കാര്യം, ഒരു മാനസിക രോഗമാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരോടൊന്നും പ്രതികരിച്ചിട്ട് കാര്യം. അടിപൊളി. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന പെങ്ങന്മാരോടും അമ്മമാരോടും ചേച്ചിമാരോടൊക്കെയാണ് ഇപ്പം രേണു സുധി പറഞ്ഞത്. എന്താണെന്നറിയോ, അസൂയാണ് നിങ്ങൾക്ക്, രേണു സുധിയോട് അസൂയാണ്. ഇതുപോലെ നിങ്ങൾക്ക് പ്രശസ്തി കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു അസൂയ കൊണ്ടിട്ടാണ് ഇതുപോലെ വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് അറിയാമോ, രേണു സുധിയെ പോലെ കുറേ 10-12 കാമുകന്മാരെ ഉണ്ടാക്കി ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുകയാണല്ലോ, നിങ്ങളെ കുടുംബം നോക്കിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഈ കമൻറ്റ് ഇടുന്നത്. കാരണം ഇങ്ങനെ എന്തെങ്കിലും വിഷയം കാണുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നത്. അല്ലാത്തുള്ള ആൾക്കാർ ഇതുപോലെ രേണു സുധിയുടെ മൈൻഡിലുള്ള ആൾക്കാരെല്ലാം രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പം നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന പെങ്ങന്മാർക്കും അമ്മമാർക്കും ചേച്ചിമാർക്കും വേണ്ടിയിട്ടാണ് ഇപ്പം പറഞ്ഞത്. നിങ്ങളെല്ലാവരും നാളെ തൊട്ട് ഒരു 10-15 കാമുകന്മാരെയൊക്കെ ഉണ്ടാക്കി ഇപ്പം ഈ രേണു സുധി നടക്കുന്ന പോലെ ഭയങ്കര വിവാദങ്ങളും ഉണ്ടാക്കി വാ തുറന്നു കഴിഞ്ഞാൽ നുണകൾ മൊത്തവും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ കുറേ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും കാണിച്ച് നുണകളും പറഞ്ഞ് കുറേ പേര് ആൾക്കാരെ നിങ്ങളുടെ നാട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെ കയ്യിൽ നിന്നെല്ലാം കടവും പൈസകളും കടം പേടിച്ച് ഇതുപോലെ നടക്കുക എന്നാണ് ഇപ്പം ഇവർ പറയുന്നത്. മനസ്സിലായോ?
അപ്പോൾ നിങ്ങൾ ഇനി അതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ, നെഗറ്റീവ് കമൻ്റ് ഒന്നും ഇടണ്ട കേട്ടോ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അതാണ് ഇപ്പം രേണു സുധിയും പറയുന്നത്, അവരെ പോലെ ആവാനാണ് പറയുന്നത്. അതിൻ്റെ അവരെ പോലെ ആവാൻ പറ്റാത്തതിൻ്റെ അസൂയാണെന്നാണ് പറയുന്നത്. ഇവരെയൊക്കെ എന്തോ പറയാൻ, കണ്ടില്ലേ? എന്നാ സമൂഹം ഒന്നടങ്കം എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങളെ വായൊന്ന് അടച്ചു വെക്കുക, നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ മുമ്പിലൊന്നും വരാതിരിക്കുക. ചെയ്ത തെറ്റ്, നിങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഒന്നല്ല കുറേ തെറ്റുകൾ സംഭവിച്ചു, അതിങ്ങനെയാണ്, അത് ഞാൻ അത് തെറ്റ് അക്സെപ്റ്റ് ചെയ്ത്, ഞാൻ കുറേ പേരെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ടുണ്ട്, കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ മലയാളികൾ, ഇതൊക്കെ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ അത് ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ ഇവരൊരിക്കലും അങ്ങനെ അത് ഏറ്റു പറയത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നെഗറ്റീവ്സ് വീണ്ടും വീണ്ടും കൂട്ടി റീച്ച് ഉണ്ടാക്കി മേലോട്ട് പോവുക. ഇവർ തെറ്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ഇവരെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല. സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് ഒരു ആർട്സും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ എത്രത്തോളം നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ അത്രത്തോളം മുമ്പോട്ട് നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടേ പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത് ഇവരെ ഈ വിഷയത്തിൽ. കാരണം ഇതിനി അവസാനിക്കാൻ പോകുന്നില്ല. ഈ ലോകം എന്ന് വരെ ഉണ്ടോ, ഈ രേണു സുധി എന്ന് വരെ ഉണ്ടോ അതുവരെ ഈ കാര്യങ്ങൾ, ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കും. ഓരോരുത്തർ ഇങ്ങനെ മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കും ഇവരെ വിഷയവുമായി ബന്ധപ്പെട്ട്. അതാണ് അവർക്ക് വേണ്ടുന്നത്. ഇതിലൂടെ അവർക്ക് റീച്ച് കിട്ടണം, പൈസ കിട്ടണം, കുറേ ആർട്സുകൾ വരണം, സിനിമകൾ വരണം, ബിഗ് ബോസ് വരണം. അപ്പം തന്നെ ഉണ്ടല്ലേ ബിഗ് ബോസിൽ പോകാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഇതൊക്കെ ഇവരെ മെയിൻ ഉദ്ദേശം ഇതൊക്കെയാണ്. സുധിയോടുള്ളൊരു സ്നേഹം കൊണ്ട് സ്റ്റാർ മാജിക്കിലെ ഡയറക്ടർ അനൂപ് ഇവർക്ക് ഒരുപാട് ജോലി, ഒന്നല്ല ഒരുപാട് ജോലികൾ സെറ്റാക്കി കൊടുത്തതാണ്. ഒരു ഇൻ്റർവ്യൂവിൽ അനൂപ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് കൂടെ ഞാൻ വെക്കാം. ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അനൂപ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ച്. പല സ്ഥലങ്ങളിലും നമ്മൾ ജോലി ഓഫറിങ് ഉള്ള പരിപാടി ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട്. ചിലപ്പോൾ ഇമോഷണലിൻ്റെ പുറത്ത് പറയണമായിരിക്കും ചിലവർ. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഒരു ജോലിയുണ്ട്, നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, വേണേൽ പോകാം. അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാവില്ല. അപ്പം അധികം ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിട്ടു. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ. കാരണം ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും അങ്ങനെ നമുക്ക് സപ്പോർട്ട് കേട്ടല്ലോ. കൊല്ലം സുധിയോ എന്നൊരു കലാകാരനോടുള്ളൊരു സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ അനൂപിൻ്റെ ടീംസൊക്കെ ഒരുപാട് ജോലികൾ ഇവർക്ക് ശരിയാക്കി കൊടുത്തത്. അപ്പോൾ അതിലൊന്നും പോകാൻ ഇവർ വില്ലിങ്സ് അല്ല, അതിലൊന്നും പോകാൻ ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു, താല്പര്യമല്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താണ് വേണ്ടത്? സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു റീച്ച് ഉണ്ടാക്കുക. ഇനി നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എങ്ങനെയെങ്കിലും പണ്ടാരം അടങ്ങിയിട്ട് ഒരു റീച്ച് ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് കയറി പോവുക. ഇപ്പം ഇവർ ഈ കൊടുത്തൊരു ജോലിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരെ പിന്നെ ഒരു മനുഷ്യൻ പോലും അറിയത്തുമില്ല, ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് ശ്രുതി ഉള്ള സമയത്ത് തന്നെ ഇവരെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഇങ്ങനെ കുറേ ടിക്ടോക്ക് ചെയ്യുക അങ്ങനെയുള്ള കുറേ പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ ഇപ്പം ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും ഫേമസ് ആയി കയറി വരുക. ഇനി അപ്പം ഇത് ശ്രുതി മരിച്ചതോടുകൂടി ഇവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. അത് ഇവർ മാക്സിമം മുതലെടുക്കുന്നുമുണ്ട്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊന്നും ഇത് കണ്ട് കമൻ്റ് ഇടുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്, കുറേ സ്ത്രീകളുണ്ട്. അവർക്കൊന്നും എന്നെ പോലെ ആവാൻ പറ്റാത്തതിൻ്റെ അസൂയ കൊണ്ടിട്ടാണ് ഇങ്ങനെ വന്ന് കമൻ്റ് ഇടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ. എന്തായാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്തും കൊടുക്കുക. രേണു സുധിനെ പോലെ ആൾക്കാർ ഇതുപോലെ ഉണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ. അപ്പം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു ഗൈസ്.